ഓണം സീരീസിൽ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് ഇഞ്ചമ്പുളി. നമ്മുടെ തൃശ്ശൂർ ഇതിനെ ഇഞ്ചമ്പുളി എന്ന് പറയും, പുളിയിഞ്ചി എന്ന് പറയും. കുറച്ച് വെള്ളത്തിൽ വാളംപുളി നമുക്ക് ഇതുപോലെ കുതിർക്കാനായിട്ട് ഇടാം. എന്നിട്ട് കുതിർന്ന് വന്ന പുളിയെ നന്നായി പിഴിഞ്ഞെടുത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇതുപോലെ എടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. പുളി നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ചെടുത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കി അത് അരിച്ച് ചേർത്താലും മതി. ഇഞ്ചിപ്പുളിയിൽ ചിലർക്ക് മധുരം കുറച്ച് പുളി മുന്നിലോട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുളി കുറച്ച് മധുരം മുന്നിലോട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ ഇഞ്ചിപ്പുളി തൊട്ട് നമ്മളൊന്ന് ആവിൽ വയ്ക്കുമ്പോൾ എരിവും പുളിയും മധുരവും ഉപ്പും എല്ലാം ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ട് നമ്മുടെ ഇഞ്ചിപ്പുളിയിൽ നമുക്കെല്ലാം ഒപ്പം ചേർത്ത് കൊടുക്കാം. പുളി നന്നായി വെന്ത് വരണം. ശർക്കരയും ഉപ്പും എരിവും എല്ലാം നന്നായി വെന്ത് പാകത്തിന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനായി കുറച്ച് അധികം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. കുറച്ച് പച്ചമുളകും വട്ടത്തിൽ നന്നായി അരിഞ്ഞെടുക്കാം. പുളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ ഉപ്പും ശർക്കരയും എരിവും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒന്ന് കുറവ് തോന്നിക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. പുളി നന്നായി വെന്ത് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുളിയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഈ പുളിയിൽ കിടന്ന് നന്നായി വെന്ത് പുളി നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചി റെഡിയാണ് കേട്ടോ. ഇതാണ് കറക്റ്റ് പാകം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് ഇതുപോലെ നമുക്ക് താളിച്ചൊഴിക്കാം. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉലുവയും കായയും കൂടെ വറുത്ത് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ചേർത്തിളക്കി കൊടുത്തു കഴിഞ്ഞാൽ പുളിയിഞ്ചി റെഡിയാണെന്നേ. അപ്പോൾ എങ്ങനെയാ ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങളിത് ട്രൈ ചെയ്യില്ലേ? നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുക, അതോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ ഉണ്ടാക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ നമ്മളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന സദ്യയിലൊരു വിഭവമാണ് പുളിയിഞ്ചി. അപ്പോൾ നിങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും ഈ ഓണത്തിന് ഇതുപോലെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കൂട്ടാ. എന്തായാലും ഇഷ്ടപ്പെടുന്നേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.